ഓം ഹരിശ്രീ ഗണപതേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപദേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. അന്ധകാരാരണ്യമാശു പുക്കീടാനാരന്തരാ. ദാഹവും വർദ്ധിച്ചിതേറ്റവും ശുഷ്കകണ്ഠോഷ്ടതാലുപ്രദേശത്തൊടും മർക്കടവീരരുണങ്ങി വരണ്ടൊരു ജിഹ്വയോടും നടക്കുന്ന നേരത്തൊരു ഗഹ്വരം തത്ര കാണായി വിധിവശാൽ. വല്ലീ തൃണഗണച്ഛന്നമായൊന്നതില്ലില്ലയല്ലി ജലമെന്നോർത്തു നിൽക്കുമ്പോൾ ആർദ്രപക്ഷക്രൗഞ്ചഹംസാദി പക്ഷികളുർധ്വദേശേ പറന്നാരതിൽ നിന്നുടൻ പക്ഷങ്ങളിൽ നിന്നു വീണു ജലഗണം. മർക്കടന്മാരുമതു കണ്ടു കൽപ്പിച്ചാർ, നല്ല ജലമതിലുണ്ടെന്നു നിർണയമെല്ലാവരും. നാം ഇതിലിറങ്ങിയിടുക എന്നു പറഞ്ഞോരു നേരത്തു മാരുതി മുന്നിലിറങ്ങിനാൻ. മറ്റുള്ളവർകളും പിന്നാലെ തന്നിലിറങ്ങി നടക്കുമ്പോൾ കണ്ണു കാണാഞ്ഞിതിരുട്ടുകൊണ്ടന്നേരം അന്യോന്യമൊത്തു കയ്യും പിടിച്ചാകുലാൽ ഖിന്നതയോടും നടന്നു പോയി ചെന്നാരതീവ ദൂരം. തത്ര കണ്ടിതു മുന്നിലാമാറതിധന്യദേശസ്ഥലം. സ്വർണമയം മനോമോഹനം കാൺമവർ കണ്ണിനുമേറ്റമാനന്ദകരം പരം. വാപികളുണ്ടു മണിമയവാരിയാലാപൂർണകളായ അതീവ വിശദമായി പക്വഫലങ്ങളാൽ നമ്രങ്ങളായുള്ള വൃക്ഷങ്ങളുണ്ടു കൽപ്പദ്രുമതുല്യമായി. പീയൂഷ സാമ്യ മധുദ്രോണ സംയുത പേയ ഭക്ഷ്യാന്ന സഹിതങ്ങളായുള്ള വസ്ത്യങ്ങളുണ്ടു പലതരം. തത്രൈവ വസ്ത്രരത്നാദി പരിഭൂഷിതങ്ങളായി. മാനസമോഹനമായ ദിവ്യസ്ഥലം മാനുഷവർജിതം ദേവഗേഹോപമം. തത്ര ഗേഹേ മണികാഞ്ചനവിഷ്ടരേ ചിത്രാകൃതി കണ്ടു കണ്ടാരൊരുത്തിയെ യോഗം ധരിച്ചു ജടാവൽക്കലം പൂണ്ടു യോഗിനി നിശ്ചല ധ്യാനനിരതയായി പാവകജ്വാല സമാഭ കലർന്നതിപാവനയായ മഹാഭാഗയെ കണ്ടു. തൽക്ഷണേ സന്തോഷപൂർണ മനസ്സൊടു ഭക്തിയും ഭീതിയും പൂണ്ടു വണങ്ങിനാർ. ശാഖാമൃഗങ്ങളെ കണ്ടു മോദം പൂണ്ടു യോഗിനി താനും അവരോടു ചൊല്ലിനാൾ. നിങ്ങളാരാകുന്നതെന്നു പറയണമിങ്ങു വന്നിടുവാൻ മൂലവും ചൊല്ലണം. എങ്ങനെ മാർഗമറിഞ്ഞവാർ എന്നതും എങ്ങിനി പോകുന്നതെന്നും പറയണം. എന്നിവ കേട്ടൊരു വായുതനയനും നന്നായി വണങ്ങി വിനീതനായി ചൊല്ലിനാൻ.
വൃത്താന്തമൊക്കവേ കേട്ടാലുമെങ്കിലോ സത്യമൊഴിഞ്ഞു പറയുമാറില്ല ഞാൻ. ഉത്തര കോസലത്തിങ്കൽ അയോധ്യയെന്നുത്തമമായുണ്ടൊരു പുരിഭൂതലേ, തത്രൈവ വാണു ദശരഥനാം നൃപൻ. പുത്രരുമുണ്ടായി ചമഞ്ഞിതു 4 പേർ, നാരായണ സമൻ ജ്യേഷ്ഠനവർകളിൽ ശ്രീരാമനാകുന്നതെന്നുമറിഞ്ഞാലും താതാജ്ഞയ വനവാസാർത്ഥമായവൻ ഭ്രാതാവിനോടും ജനകാത്മജയായ സീതയാം പത്നിയോടും വിപിനസ്ഥലേ മോദേന വാഴുന്ന കാലമൊരു ദിനം ദുഷ്ടനായുള്ള ദശാസ്യ നിശാചരൻ കട്ടുകൊണ്ടാശു പോയിടിനാൻ പത്നിയെ. രാമനും ലക്ഷ്മണനാകുമനുജനും ഭാമിനി തന്നെ തിരഞ്ഞു നടക്കുമ്പോൾ അർക്കാത്മജനായ സുഗ്രീവനെ കണ്ടു സഖ്യവും ചെയ്തിതു തമ്മിലന്യോന്യമായി. എന്നതിന്നഗ്രജനാകിയ ബാലിയെ കൊന്നു സുഗ്രീവനു രാജ്യവും നൽകിനാൻ. ശ്രീരാമനുമതിൻ പ്രത്യുപകാരമായാരാഞ്ഞു സീതയെ കണ്ടു വരികെന്നു വാനരനായകനായ സുഗ്രീവനും വാനരന്മാരെ അയച്ചിതെല്ലാടവും. ദക്ഷിണദിക്കിലന്വേഷിപ്പതിനൊരു 1,00,000 കപിവരന്മാരുണ്ടു ഞങ്ങളും. ദാഹം പുറാഞ്ഞു ജലകാംക്ഷയാ വന്നു മോഹേന ഗഹ്വരം പുക്കിതറിയാതെ. ദൈവശാലിവിടെ പോന്നു വന്നിഹ ദേവിയെ കാണായതും ഭാഗ്യമെത്രയും. ആരെന്നതും ഞങ്ങളേതുമറിഞ്ഞീല, നേരെ അരുൾ ചെയ്ക വേണമതും ശുഭേ. യോഗിനി താനും അതു കേട്ടവരോടു വേഗേന മന്ദസ്മിതം പൂണ്ടു ചൊല്ലിനാൾ. പക്വഫലമൂലജാലങ്ങളൊക്കവേ ഭക്ഷിച്ചമൃതപാനം ചെയ്തു തൃപ്തരായി ബുദ്ധി തെളിഞ്ഞു വരുവിനെന്നാൽ മമ വൃത്താന്തമാദിയെ ചൊല്ലിത്തരുവൻ ഞാൻ. എന്നതു കേട്ടവർ മൂലഫലങ്ങളും നന്നായി ഭുജിച്ചു മധുപാനവും ചെയ്തു ചിത്തം തെളിഞ്ഞു ദേവീ സമീപം പുക്കു ബദ്ധാഞ്ജലി പൂണ്ടു നിന്നോരനന്തരം. ചാരുസ്മിതപൂർവമഞ്ജസാ യോഗിനി മാരുതിയോടു പറഞ്ഞു തുടങ്ങിനാൾ. വിശ്വവിമോഹനരൂപിണിയാകിയ വിശ്വകർമാത്മജ ഹേമാ മനോഹരി നൃത്തഭേദം കൊണ്ടു സന്തുഷ്ടനാക്കിനാൾ. മുഗ്ധേന്ദുശേഖരൻ തന്നെയതുമൂലം ദിവ്യപുരമിതം നൽകിനാനീശ്വരൻ. ദിവ്യസംവത്സരാണാമയുതായുധം ഉത്സവം പൂണ്ടു വസിച്ചാളിഹപുര. തൽസഖി ജ്ഞാനിഹ നാംനാ സ്വയം പ്രഭ. സന്തതം മോക്ഷമപേക്ഷിച്ചിരിപ്പൊരു ഗന്ധർവപുത്രി സദാ വിഷ്ണു തൽപര. ബ്രഹ്മലോകം പ്രവേശിച്ചിതു ഹേമയും നിർമ്മലഗാത്രിയുമെന്നോടു ചൊല്ലിനാൾ. സന്തതം നീ തപസ്സും ചെയ്തിരിക്കടോ, ജന്തുക്കളത്ര വരികയുമില്ലല്ലോ. ത്രേതായുഗേ വിഷ്ണു നാരായണൻ ഭുവി ജാതനായിടും ദശരഥപുത്രനായി. ഭൂഭാരനാശനാർത്ഥം വിപിനസ്ഥലേ ഭൂപതി സഞ്ചരിച്ചിടും ദശാന്തരേ. ശ്രീരാമപത്നിയെ കട്ടുകൊള്ളും അതിക്രൂരനായിടും ദശാനനക്കാലം. ജാനകീദേവിയെ അന്വേഷണത്തിനായി വാനരന്മാർ വരും നിൻ ഗുഹാമന്ദിരേ. സൽക്കരിച്ചിടവരെ പ്രീതി പൂണ്ടു നീ മർക്കടന്മാർക്കുപകാരവും ചെയ്തു പോയി ശ്രീരാമദേവനെ കണ്ടു വണങ്ങുക. നാരായണസ്വാമി തന്നെ രഘൂത്തമൻ ഭക്ത്യാ പരനെ സ്തുതിച്ചാൽ വരും തവ മുക്തിപദം യോഗിഗമ്യം സനാതനം. ആകയാൽ ഞാനിനി ശ്രീരാമദേവനെ വേഗേന കാൺമതിനായി കൊണ്ടുപോകുന്നു. നിങ്ങളെ നേരെ പെരുവഴി കൂട്ടുവൻ, നിങ്ങളെല്ലാവരും കണ്ണടച്ചിടുവിൻ.
ചിത്തം തെളിഞ്ഞവർ കണ്ണടച്ചീടിനാർ. സത്വരം പൂർവസ്ഥിതാടവി പുക്കിതു. ചിത്രം വിചിത്രം വിചിത്രമെന്നോർത്തവർ പദ്ധതിയൂടെ നടന്നു തുടങ്ങിനാർ. യോഗിനിയും ഗുഹാവാസമുപേക്ഷിച്ചു യോഗേശ സന്നിധി പുക്കാളതിദ്രുതം. ലക്ഷ്മണ സുഗ്രീവസേവിതനാകിയ ലക്ഷ്മീശനെ കണ്ടു കൃത്വാ പ്രദക്ഷിണം. ഭക്ത്യാ സഗദ്ഗദം രോമാഞ്ച സംയുതം. നത്വാ മുഹുർമുഹുസ്തുത്വാ ബഹുവിധം. ദാസീതവാഹം രഘുപതേ രാജേന്ദ്ര വാസുദേവ പ്രഭു രാമ ദയാനിധേ. കാൺമതിനായി കൊണ്ടുവന്നേനിവിടെ ഞാൻ. സാമ്യമില്ലാത ജഗൽപദേ ശ്രീപദേ. ഞാൻ അനേകായിരം സംവത്സരം തവ ധ്യാനേന നിത്യം തപസ്സു ചെയ്തിടിനേൻ. ത്വദ്രൂപ സന്ദർശനാർത്ഥം തപോബലമദ്യൈവ നൂനം ഫലിതം രഘുപതേ. ആദ്യനായോരു ഭവന്തം നമസ്യാമി. വേദ്യനല്ലാരാലുമേ ഭവാൻ നിർണയം. അന്തർബഹിസ്ഥിതം സർവഭൂതേഷ്വപി സന്തമലക്ഷ്യമാദ്യന്തഹീനം പരം. മായായവനികാച്ഛന്നനായി വാഴുന്ന മായാമയനായ മാനുഷവിഗ്രഹൻ. അജ്ഞാനികളാൽ അറിഞ്ഞുകൂടാതൊരു വിജ്ഞാനമൂർത്തിയല്ലോ ഭവാൻ കേവലം. ഭാഗവതന്മാർക്കു ഭക്തിയോഗാർത്ഥമായി ലോകേശമുഖ്യാമരൗഘമർത്ഥിക്കയാൽ ഭൂമിയിൽ വന്നവതീർണനാം നാഥനെ താമസിയായ ഞാൻ എന്തറിയുന്നതും. സച്ചിന്മയം തവ തത്വം ജഗത്രയേ കശ്ചിൽ പുരുഷനറിയും സുഹൃതിനാം. രൂപം തവേദം സദാ ഭാതുമാനസേ താപസാന്തസ്ഥിതം താപത്രയാപഹം. നാരായണ തവ ശ്രീപാദദർശനം ശ്രീരാമമോക്ഷൈകദർശനം കേവലം. ജന്മമരണഭീതാനാമദർശനം സന്മാർഗദർശനം വേദാന്തദർശനം. പുത്രകളത്രമിത്രാർത്ഥ വിഭൂതി കൊണ്ടെത്രയും ദർപ്പിതരായുള്ള മാനുഷർ. രാമരാമേതി ജപിക്കയില്ലെന്നുമേ രാമനാമം മേ ജപിക്കായി വരേണമേ. നിത്യം നിവൃത്ത ഗുണത്രയമാർഗായ നിത്യായ കിഷ്കിഞ്ചനാർത്ഥായ തേ നമഃ. സ്വാത്മാഭിരാമായ നിർഗുണായ ത്രിഗുണാത്മനെ സീതാഭിരാമായ തേ നമഃ. വേദാത്മകം കാമരൂപിണമീശാനമാദിമധ്യാന്തവിവർജിതം. സർവത്ര മന്യേ സമം ചരന്തം പുരുഷം പരം. നിന്നെ നിനക്കൊഴിഞ്ഞാർക്കറിഞ്ഞിടാവൂ. മർത്യവിഡംബനം ദേവതേ ചേഷ്ടിതം. ചിത്തേ നിരൂപിക്കിലെന്തറിയാവതും. ത്വന്മായയാ പിഹിതാത്മാക്കൾ കാണുന്നു ചിന്മയനായ ഭവാനെ ബഹുവിധം. ജന്മവും കർത്തൃത്വവും ചെറുതില്ലാതെ നിർമ്മലാത്മാവാം ഭവാനവസ്ഥാന്തരേ. ദേവതിര്യങ്മനുജാതികളിൽ ജനിച്ചേവമാദ്യങ്ങളാം കർമ്മങ്ങൾ ചെയ്വതും. നിൻ മഹാമായാവിഡംബനം നിർണയം കൽമഷഹീന കരുണാനിധേ വിഭോ. മേദിനി തന്നിൽ വിചിത്രവേഷത്തൊടും ജാതനായി കർമ്മങ്ങൾ ചെയ്യുന്നതും ഭവാൻ. ഭക്തരായുള്ള ജനങ്ങൾക്കു നിത്യവും തൊൽക്കഥാ പീയൂഷപാനസിദ്ധിക്കെന്നു ചൊല്ലുന്നിതു ചിലർ. മറ്റും ചിലരിഹ ചൊല്ലുന്നിതു ഭുവി കോസലഭൂപതി തന്നെ ഘോര തപോബലസിദ്ധയെ നിർണയമെന്നു ചിലർ പറയുന്നിതു. കൗസല്യയാൽ പ്രാർത്ഥ്യമാനനായിട്ടഹ മൈഥിലീ ഭാഗ്യസിദ്ധിക്കെന്നിതു ചിലർ. സ്രഷ്ടാവു താനപേക്ഷിക്കയാൽ വന്നിഹ ദുഷ്ടനിശാചരവംശമൊടുക്കുവാൻ മർത്യനായി വന്നു പിറന്നിതു നിർണയം.
പൃഥ്വിയിലെന്നു ചിലർ പറയുന്നിതു ഭൂപാലപുത്രനായി വന്നു പിറന്നിതു ഭൂഭാരനാശത്തിനെന്നിതു ചിലർ. ധർമ്മത്തെ രക്ഷിച്ച ധർമ്മത്തെ നീക്കുവാൻ കർമ്മസാക്ഷി കുലത്തിങ്കൽ പിറന്നിതു. ദേവശത്രുക്കളെ നിഗ്രഹിച്ചൻപൊടു ദേവകളെ പരിപാലിച്ചു കൊള്ളുവാൻ എന്നു ചൊല്ലുന്നിതു ദിവ്യമുനിജനമൊന്നും തിരിച്ചറിയാവതുമല്ലമേ. യാതൊരുത്തൻ തുൽക്കഥകൾ ചൊല്ലുന്നതും ആദരവോടു കേൾക്കുന്നതും നിത്യമായി. നൂനം ഭവാർണവത്തെ കടന്നിടുവോൻ കാണാമവനു നിൻ പാദപങ്കേരുഹം. ത്വന്മഹാമായാഗുണബദ്ധയാകയാൽ ചിന്മയമായ ഭവത്സ്വരൂപത്തെ ഞാൻ എങ്ങനെയുള്ള വണ്ണമറിഞ്ഞിടുന്നതെങ്ങനെ ചൊല്ലി സ്തുതിക്കുന്നതുമഹം. ശ്യാമളം കോമളം ബാണധനുർധരം രാമം സഹോദരസേവിതം രാഘവം സുഗ്രീവമുഖ്യകപികുലസേവിതമഗ്രേ ഭവന്തം നമസ്യാമി സാമ്പ്രതം. രാമായ രാമഭദ്രായ നമോ നമോ രാമചന്ദ്രായ നമസ്തേ നമോ നമഃ. ഇങ്ങനെ ചൊല്ലി സ്വയം പ്രഭയും വീണു മംഗലവാച നമസ്കരിച്ചിടിനാൾ. മുക്തിപ്രദനായ രാമൻ പ്രസന്നനായി ഭക്തയാം യോഗിനിയോടരുളിച്ചെയ്തു സന്തുഷ്ടനായേനഹം തവ ഭക്തി കൊണ്ടെന്തൊന്നു മാനസേ കാംക്ഷിതം ചൊല്ലു നീ എന്നതു കേട്ടവളും പറഞ്ഞിടിനാൾ. ഇന്നു വന്നു മമ കാംക്ഷിതമൊക്കവേ എത്ര കുത്രാഭിവസിക്കിലും ത്വൽപാദഭക്തിക്കിളക്കമുണ്ടാകാതിരിക്കണം. ത്വൽപാദഭക്തഭൃത്യേഷു സംഘം പുനരുൾപ്പൂവിലെപ്പോഴുമുണ്ടാകയും വേണം. പ്രാകൃതന്മാരാം ജനങ്ങളിൽ സംഗമമേകദാ സംഭവിച്ചിടായിക മാനസേ. രാമരാമേതി ജപിക്കായി വരേണമേ രാമപാദേ രമിക്കേണമെൻ മാനസം. സീതാസുമിത്രാത്മജാന്വിതം രാഘവം പീതവസ്ത്രം ചാപബാണാസനധരം ചാരുമകുട കടകകടിസൂത്രഹാരമകരമണിമയകുണ്ടല നൂപുരഹേമാംഗദാദി വിഭൂഷണശോഭിതരൂപം വസിക്കമേ മാനസേ. മറ്റെനിക്കേതുമേ വേണ്ടാവരം വിഭോ പറ്റായിക ദുസ്സംഗമുള്ളിലൊരിക്കലും. ശ്രീരാമദേവനതു കേട്ടവളോടു ചാരുമന്ദസ്മിതം പൂണ്ടരുളിച്ചെയ്തു ഏവം ഭവിക്ക നിനക്കു മഹാഭാഗേ ദേവി നീ പോക ബദര്യാശ്രമസ്ഥലേ. തത്രൈവ നിത്യമെന്നെ ധ്യാനവും ചെയ്തു മുക്ത്വാ കളേബരം പഞ്ചഭൂതാത്മകം ചേരുമെങ്കിൽ പരമാത്മനി കേവലേ തീരും ജനനമരണ ദുഃഖങ്ങളും. ശ്രുത്വാ രഘൂത്തമവാക്യാമൃതം മുദാ ഗത്വാ തദൈവ ബദര്യാശ്രമസ്ഥലേ ശ്രീരാമദേവനെ ധ്യാനിച്ചിരുന്നുടൻ നാരായണപദം പ്രാപിച്ചിതവ്യയം. അംഗദാദികളുടെ സംശയം. മർക്കടസഞ്ജയം ദേവിയെയാരാഞ്ഞു വൃക്ഷഷണ്ടേഷു വസിക്കും ദശാന്തരേ. എത്ര ദിവസം കഴിഞ്ഞിതെന്നും ധരാപുത്രിയെ എങ്ങുമേ കണ്ടുകിട്ടായികയും ചിന്തിച്ചു ഖേദിച്ചു താരാസുതൻ നിജബന്ധുക്കളായുള്ളവരോടു ചൊല്ലിനാൻ. പാതാളമുൾപ്പുക്കുഴന്നു നടന്നു നാമേതുമറിഞ്ഞീല വാസരം പോയതും മാസമതീതമായി വന്നിതു നിർണയം. ഭൂസുതയെ കണ്ടറിഞ്ഞതുമില്ല നാം രാജനിയോഗമനുഷ്ഠിയാതെ വൃഥാ രാജധാനിക്കു നാം ചെല്ലുകിലെന്നുമേ നിഗ്രഹിച്ചിടുമതിനില്ല സംശയം. സുഗ്രീവശാസനം നിഷ്ഫലമായി വരാ പിന്നെ വിശേഷിച്ചു ശത്രുതനയനാമെന്നെ വധിക്കുമതിനില്ലൊരന്തരം.
എന്നിലവനൊരു സമ്മോദമെന്തുള്ളതെന്നെ രക്ഷിച്ചതു രാമൻ തിരുവടി. രാമകാര്യത്തെയും സാധിയാതെ ചെൽകിൽ മാമക ജീവനും രക്ഷിക്കയില്ലവൻ. മാതാവിനോടു സമാനയാകും നിജഭ്രാതാവു തന്നുടെ ഭാര്യയെ നിസ്ത്രപം പ്രാപിച്ചു വാഴുന്ന വാനരപുങ്കവൻ പാപി ദുരാത്മാവിനെന്തരുതാത്തതും. തൽപാർശ്വദേശേ ഗമിക്കുന്നതില്ല, ഞാനിപ്പോൾ ഇവിടെ മരിക്കുന്നതേയുള്ളൂ. വല്ല പ്രകാരവും നിങ്ങൾ പൊയ്ക്കൊള്ളുകെന്നു ചൊല്ലിക്കരയുന്ന നേരം കവികളും തുല്യദുഃഖേന ബാഷ്പം തുടച്ചൻപോടു ചൊല്ലിനാർ മിത്രഭാവത്തോടു സത്വരം. ദുഃഖിക്കരുതൊരു ജാതിയുമിങ്ങനെ രക്ഷിപ്പതിനുണ്ടു ഞങ്ങളറിക നീ. ഇന്നു നാം പോന്ന ഗുഹയിലകം പുക്കു നന്നായി സുഖിച്ചു വസിക്കാം വയം ചിരം. സർവസൗഭാഗ്യ സമന്വിതമായൊരു ദിവ്യപുരമതു ദേവലോകോപമം. ആരാലുമില്ലൊരു നാളും ഭയം സഖേ, താരേയ പോക നാം വൈകരുതേതുമേ. അംഗദൻ തന്നോടിവണ്ണം കപികുല പുങ്കവന്മാർ പറയുന്നതു കേൾക്കയാൽ ഇംഗിതജ്ഞൻ നയകോവിദൻ വാദജനംഗദനെ തഴുകിപ്പറഞ്ഞിടിനാൻ. എന്തൊരു ദുർവിചാരം, യോഗ്യമല്ലിതമന്ധകാരങ്ങൾ നിനയായി വിനാരുമേ. ശ്രീരാമനേറ്റം പ്രിയൻ ഭവാൻ എന്നുടെ താരാസുതനെന്നു തന്മാനസേ സദാ. പാരം വളർന്നൊരു വാത്സല്യമുണ്ടതു നേരെ ധരിച്ചീല ഞാനൊഴിഞ്ഞാരുമേ. സൗമിത്രിയേക്കാൾ അതിപ്രിയൻ നീ, തവ സാമർഥ്യവും തിരുവുള്ളത്തിലുണ്ടെടോ. പ്രേമത്തിനേതുമിളക്കമുണ്ടായി വരാ, ഹേമത്തിനുണ്ടോ നിറക്കേടകപ്പെടൂ. ആകയാൽ ഭീതി ഭവാനൊരു നാളുമേ രാഘവൻ പക്കൽ നിന്നുണ്ടായി വരാ സഖി. ശാഖാമൃഗാധിപനായ സുഗ്രീവനും ഭാഗവതോത്തമൻ വൈരമില്ലാരിലും വ്യാകുലമുള്ളിലുണ്ടാകരുതേതുമേ. നാഗാധിപാത്മജനന്ദന കേളിതം ഞാനും തവ ഹിതത്തിങ്കൽ പ്രസക്തനജ്ഞാനികൾ വാക്കുകേട്ടേതും ഭ്രമിക്കൊല. ഹാനിവരായി വാൻ ഗുഹയിൽ വസിക്കുന്നു വാനരൗഘം പറഞ്ഞീലയോ ചൊല്ലു നീ. രാഘവാസ്ത്രത്തിനഭേദ്യമായൊന്നുമേ ലോകത്രയത്തിങ്കലില്ലെന്നറിക നീ. അല്പമതികൾ പറഞ്ഞു ബോധിപ്പിച്ചു ദുർബോധമുണ്ടായി ചമയരുതേതുമേ. ആപത്തു വന്നടുത്തിടുന്ന കാലത്തു ശോഭിക്കയില്ലെടോ സജ്ജനഭാഷിതം. ദുർജനത്തെക്കുറിച്ചുള്ള വിശ്വാസവും സജ്ജനത്തോടു വിപരീതഭാവവും ദേവദ്വിജകുലധർമ്മ വിദ്വേഷവും പൂർവബന്ധുക്കളിൽ വാച്ചൊരു വൈരവും വർദ്ധിച്ചു വർദ്ധിച്ചു വംശനാശത്തിനു കർത്തൃത്വവും തനിക്കായി വന്നുകൂടുമേ. അത്യന്ത ഗുഹ്യം രഹസ്യമായുള്ളൊരു വൃത്താന്തമമ്പൊടു ചൊല്ലുവൻ കേൾക്കനീ. ശ്രീരാമദേവൻ മനുഷ്യനല്ലോർക്കെടോ, നാരായണൻ പരമാത്മാ ജഗന്മയൻ. മായാ ഭഗവതി സാക്ഷാൽ മഹാവിഷ്ണുജായ സകല ജഗന്മോഹകാരിണി സീതയാകുന്നതു. ലക്ഷ്മണനും ജഗദാധാരഭൂതനായുള്ള ഭണീശ്വരൻ ശേഷൻ ജഗത് സ്വരൂപൻ ഭുവി മാനുഷവേഷമായി വന്നു പിറന്നിതയോധ്യയിൽ. രക്ഷോഗണത്തെയൊടുക്കി ജഗത്രയ രക്ഷ വരുത്തുവാൻ പണ്ടു വിരിഞ്ചനാൽ പ്രാർത്ഥിതനാകയാൽ പാർത്ഥിവപുത്രനായി മാർത്താണ്ഡഗോത്രത്തിലാർത്തപരായണൻ. ശ്രീകണ്ഠസേവ്യൻ ജനാർദ്ദനൻ മാധവൻ വൈകുണ്ഠവാസി മുകുന്ദൻ ദയാപരൻ. മർത്യനായി വന്നിങ്ങവതരിച്ചിടിനാൻ. ഭൃത്യവർഗം നാം പരിചരിച്ചിടുവാൻ ഭർത്തൃനിയോഗേന വാനരവേഷമായി പൃഥ്വിയിൽ വന്നു പിറന്നിരിക്കുന്നതും
പണ്ടു നാമേറ്റം തപസ്സു ചെയ്തീശനെ കണ്ടു വണങ്ങി പ്രസാദിച്ചു മാധവൻ തന്നുടെ പാരിഷദന്മാരുടെ പദം തന്നതിപ്പോഴും പരിചരിച്ചിന്നിയും വൈകുണ്ഠലോകം ഗമിച്ചു വാണിടുവാൻ വൈകേണ്ടതേതുമില്ലെന്നറിഞ്ഞിടു നീ. അംഗദനോടിവണ്ണം പവനാത്മജൻ മംഗലവാക്കുകൾ ചൊല്ലി പലതരം ആശ്വസിപ്പിച്ചുടൻ വിന്ധ്യാചലം പുക്കു കാശ്യപീപുത്രിയെ നോക്കി നോക്കി ദ്രുതം ദക്ഷിണവാരിധിതീരം മനോഹരം പുക്കു മഹേന്ദ്രാചലേന്ദ്രപദം മുദാ ദുസ്തരമേറ്റമഗാധം ഭയങ്കരം ദുഷ്പ്രാപമാലോക്യ മർക്കട സഞ്ജയം വൃത്രാരിപുത്രാത്മജാതികളൊക്കെയും ത്രസ്തരായത്യാകുലം പൂണ്ടിരുന്നുടൻ ചിന്തിച്ചു ചിന്തിച്ചു മന്ത്രിച്ചിതന്യോന്യമെന്തിനി ചെയ്വതു സന്തതമോർക്ക നാം. ഗഹ്വരം പുക്കു പരിഭ്രമിച്ചെത്രയും വിഹ്വലന്മാരായി കഴിഞ്ഞിതു മാസവും തണ്ടാരിൽ മാതിനെ കണ്ടീല നാം ദശകണ്ഠനെയും കണ്ടു കിട്ടീല കുത്രചിൽ. സുഗ്രീവനും തീക്ഷ്ണദണ്ഡനത്രേ തുലും നിഗ്രഹിച്ചിടുമവൻ നമ്മെ നിർണയം. ക്രുദ്ധനായുള്ള സുഗ്രീവൻ വധിക്കയിൽ നിത്യോപവാസേന മൃത്യു ഭവിപ്പതു മുക്തിക്കു നല്ലൂ നമുക്കു പാർത്തോളമെന്നിത്തം നിരൂപിച്ചുറച്ചു കപികുലം. ദർഭ വിരിച്ചു കിടന്നിതെല്ലാവരും കൽപ്പിച്ചതിങ്ങനെ നമ്മയെന്നോർത്തവർ. അപ്പോൾ മഹേന്ദ്രാചലേന്ദ്ര ഗുഹാന്തരാൽ ക്ഷിപ്രം പുറത്തു പതുക്കെ പുറപ്പെട്ടു വൃദ്ധനായുള്ളോരു ഗൃദ്ധപ്രവരനു പൃഥ്വീധരപ്രവരോത്തുംഗരൂപനായി ദൃഷ്ട്വാ പരക്കെ കിടക്കും കവികളെ തുഷ്ട്യാ പറഞ്ഞിതു ഗൃധ്രകുലാധിപൻ. പക്ഷമില്ലാതോരെനിക്കു ദൈവം ബഹുഭക്ഷണം തന്നതു ഭാഗ്യമല്ലോ ബലാൽ. മുമ്പിൽ മുമ്പിൽ പ്രാണഹാനി വരുന്നതു സംപ്രീതി പൂണ്ടു ഭക്ഷിക്കാമനുദിനം. ഗൃധ്രവാക്യം കേട്ടു മർക്കടൗഘം പരിത്രസ്തരായ അന്യോന്യമാശു ചൊല്ലിയിടിനാർ. അദ്രീന്ദ്രതുല്യനായൊരു ഗൃധ്രാധിപൻ സത്വരം കൊത്തി വിഴുങ്ങുമെല്ലാരെയും. നിഷ്ഫലം നാം മരിച്ചിടുമാറായിതു കൽപ്പിതമാർക്കും തടുക്കരുതേതുമേ. നമ്മാലൊരു കാര്യവും കൃതമായില്ല കർമ്മദോഷങ്ങൾ പറയാവതെന്തഹോ. രാമകാര്യത്തെയും സാധിച്ചതില്ല നാം സ്വാമിയുടെ ഹിതവും വന്നതില്ലല്ലോ. വ്യർത്ഥമിവനാൽ മരിക്കെന്നു വന്നതുമെത്രയും പാപികളാക തന്നെ വയം. നിർമ്മലനായ ധർമാത്മാ ജടായുധൻ നന്മയോർത്തോളം പറയാവതല്ലോ. വർണ്ണിപ്പതിന്നു പണിയുണ്ടവനുടെ പുണ്യമോർത്താൽ മറ്റൊരുത്തർക്കു കിട്ടുമോ. ശ്രീരാമകാര്യാർത്ഥമാശു മരിച്ചവൻ ചേരുമാറായിതു രാമപാദാംബുജേ. പക്ഷിയെന്നാകിലും മോക്ഷം ലഭിച്ചിതു പക്ഷീന്ദ്രവാഹനാനുഗ്രഹം വിസ്മയം. വാനരഭാഷിതം കേട്ടു സമ്പാദിയും മാനസാനന്ദം കലർന്നു ചോദിച്ചിതു. കർണപീയൂഷ സമാനമാം വാക്കുകൾ ചൊന്നതാരിന്നു ജടായുവെന്നിങ്ങനെ. നിങ്ങളാരെന്തു പറയുന്നിതന്യോന്യമിങ്ങു വരുവിൻ ഭയപ്പെടായ്കേതുമേ. ഉംബർഗോൻ പൗത്രനും അൻപോടതു കേട്ടു സമ്പാദി തന്നുടെ മുമ്പിലമ്മാറു ചെന്നംഭോജലോചനൻ തൻ പാദപങ്കജം സംഭാവ്യ സമ്മോദമുൾക്കൊണ്ടു ചൊല്ലിനാൻ. സൂര്യകുലജാതനായ ദശരഥനാര്യപുത്രൻ മഹാവിഷ്ണു നാരായണൻ. പുഷ്കരനേത്രനാം രാമൻ തിരുവടി ലക്ഷ്മണനായ സഹോദരനും നിജലക്ഷ്മിയാം ജാനകിയോടും തപസ്സിനായി പുക്കിതു കാനനം താതാജ്ഞയാ പുരാ. കട്ടുകൊണ്ടിടിനാൻ തൽക്കാലമെത്രയും ദുഷ്ടനായുള്ള ദശമുഖൻ സീതയെ. ലക്ഷ്മണനും കമലേക്ഷണനും
പിരിഞ്ഞക്ഷോണിപുത്രി മുറയിട്ടതു കേട്ടു തൽക്ഷണം ചെന്നു തടുത്തു യുദ്ധം ചെയ്താനക്ഷണദാചരനോടു. ജടായുവാം പക്ഷിപ്രവരനതിനാൽ വലഞ്ഞൊരു രക്ഷോവരൻ നിജ ചന്ദ്രഹാസം കൊണ്ടു പക്ഷവും വെട്ടിയറുത്താനതു നേരം പക്ഷീന്ദ്രനും പതിച്ചാൻ ധരണീതലേ. ഭർത്താവിനെ കണ്ടു വൃത്താന്തമൊക്കവേ സത്യം പറഞ്ഞൊഴിഞ്ഞെന്നുമേ നിന്നുടെ മൃത്യുവരായികെന്നനുഗ്രഹിച്ചാൾ. ധരാപുത്രിയും തൽപ്രസാദേന പക്ഷീന്ദ്രനും രാമനെ കണ്ടു വൃത്താന്തമറിയിച്ചു. രാമസായുജ്യം ലഭിച്ചിതു ഭാഗ്യവാൻ. അർക്കകുലോത്ഭവനാകിയ രാമനും അർക്കജനോടഗ്നിസാക്ഷികമാം വണ്ണം സഖ്യവും ചെയ്തുടൻ കൊന്നിതു ബാലിയെ. സുഗ്രീവനായിക്കൊണ്ടു രാജ്യവും നൽകിനാൻ.